റേഡിയോ മാറ്റുലേ 90.4 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. പ്രതിഭയും അതിഥിയും. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭാശാലികളെയും വിശിഷ്ടാതിഥികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി പ്രതിഭയും അതിഥിയും. നമസ്കാരം. പ്രതിഭയും അതിഥിയും പരിപാടിയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. അതിജീവനത്തിന്റെ കാലമായിരുന്നു കോവിഡ് കാലം. വീടിനുള്ളിലെ 4 ചുവരുകൾക്കുള്ളിൽ ലോകം തളച്ചിടപ്പെട്ടപ്പോൾ ആ വിരസതയെ സർഗാത്മകമായി എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ചിന്തിച്ച ഒരു പിതാവിന്റെ നിർദ്ദേശമാണ് ഇന്ന് വയനാടിനാകെ അഭിമാനമായി മാറിയിരിക്കുന്നത്. വെറുമൊരു വിനോദമായി തുടങ്ങി ഇന്ന് അബാക്കസിൽ വിസ്മയങ്ങൾ തീർക്കുന്ന ബ്രാൻഡ് സൈഹ ഖദീജ എന്ന കൊച്ചുമിടുക്കിയുടെ വിജയഗാഥയാണ് ഇന്ന് പ്രതിഭയും അതിഥിയും പരിപാടിയിൽ. കോവിഡ് കാലത്തെ ബോറടി മാറ്റാൻ പിതാവ് നൽകിയ ഉപദേശം സൈഹയുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവാകുകയായിരുന്നു. പരിശീലനം തുടങ്ങി ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ അബാക്കസിലെ സങ്കീർണമായ കണക്കുകൾ മിന്നൽ വേഗത്തിൽ ചെയ്യാൻ ഈ കമ്മോം സ്വദേശിനി പ്രാപ്തി നേടി. സംസ്ഥാന തലത്തിലുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് ഇപ്പോൾ സൈഹയെ തേടിയെത്തിയിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ 15,000-ഓളം പ്രതിഭകൾ മാറ്റുരച്ച അബാക്കസ് മത്സരത്തിൽ 1-ാം സ്ഥാനം സൈഹ കരസ്ഥമാക്കിയിരിക്കുന്നു. സൈഹ ഖദീജയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റുലിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്, വീട് എവിടെയാണ്? സൈഹ ഖദീജ. എന്റെ വീട് കമ്മം കല്ലോടി. എത്രാം ക്ലാസ്സിലാണ് സൈഹ പഠിക്കുന്നത്? ഞാൻ 8th സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഇനി 9th-ലേക്കാണ്. ഏതാണ് സ്കൂള്? ഞാൻ MG മാനന്തവാടി. സംസ്ഥാന തലത്തിൽ തന്നെ അബാക്കസ് പരീക്ഷയുടെ ഏറ്റവും വലിയൊരു പരീക്ഷയിൽ 1-ാം സ്ഥാനം നേടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ അഭിമുഖം നടത്തുന്നത്. ഇങ്ങനെയൊരു നേട്ടം സ്വന്തമാക്കിയപ്പോൾ സൈഹയ്ക്ക് എന്താണ് ആദ്യം തോന്നിയത്? എനിക്ക് സന്തോഷം തോന്നി. പിന്നെ എനിക്ക് നല്ല സന്തോഷായി. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നോ ഇതുപോലൊരു നേട്ടം? എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്ത് കുറെ കഴിഞ്ഞപ്പോ അത് കിട്ടി. ഈ ഇങ്ങനെയൊരു പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെയായിരുന്നു സൈഹയുടെ പരിശീലനങ്ങള്? ഞങ്ങൾക്കൊരു അബാക്കസിന്റെ ഷീറ്റ് ഉണ്ടാവും, 100 ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പൊ അത് കുറെ 8 മിനിറ്റില് പ്രാക്ടീസ് ചെയ്ത് 1 മിനിറ്റ് 2 മിനിറ്റിൽ എത്തിക്കണം ഫസ്റ്റ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു വേറെ ക്വസ്റ്റ്യൻ പേപ്പർ തരും. അങ്ങനെ ചെയ്തതാ. അബാക്കസ് മോള് ആദ്യം മുതലേ പഠിക്കുന്നുണ്ടോ? ഏത് ക്ലാസ് മുതലാണ് തുടങ്ങിയത്? ഞാൻ 7th സ്റ്റാൻഡേർഡിനാണ് തുടങ്ങിയത് അബാക്കസ്. എങ്ങനെയാണ് ഈ അബാക്കസ് പഠിക്കാൻ വേണ്ടി എത്തിയത്? ഇത് ഇഷ്ടമായിട്ട് തുടങ്ങിയതാണോ അതോ മറ്റുള്ളവരാരെങ്കിലും പറഞ്ഞു കേട്ടാണോ തുടങ്ങിയത്? മറ്റുള്ളവര് പറഞ്ഞതാണ്. ഇവിടെ ഒരു എന്റെ ഉമ്മാന്റെ അനിയത്തി പറഞ്ഞായിരുന്നു. ഒരു ടീച്ചർ ഉണ്ട് ഇവിടെ, ഉമ്മൂറുഫാന. എന്റെ ടീച്ചറാ. അപ്പോ 2 അയൽവാസം കൂടി. അന്നേരം അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ തുടങ്ങിയത്. എവിടെയാ? കമ്മൂത്ത് തന്നെയാണോ? കമ്മൂത്ത് തന്നെ. അപ്പോ അങ്ങനെ മറ്റുള്ളവര് പറഞ്ഞു കേട്ട് ഇതിലേക്ക് എത്തിയപ്പോ ആദ്യം മുതലേ ഒരു ഇൻട്രസ്റ്റ് തോന്നിയോ ഇതില്? ആദ്യം ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഫസ്റ്റ് ആയിട്ട് അത് അവിടെ ചെയ്യാൻ പോയപ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ടീച്ചർ. ഫ്രണ്ട്ലി അങ്ങനെയൊക്കെ ആയപ്പോ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോ മോളിപ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. ഈ പഠനവും അബാക്കസും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? അബാക്കസ് വലിയ ഇതായിട്ട് പഠിത്തത്തിന് അങ്ങനെ ബാധിച്ചിട്ടില്ലായിരുന്നു. ഫ്രീ ടൈമിൽ മാത്രം കൂടുതൽ അങ്ങനെ ചെയ്താൽ മതി. അത്ര അങ്ങനെ കുറച്ച് നേരം പിന്നെ ഇങ്ങനെ പേടിയൊന്നുമില്ലേനു. എങ്ങനെയാണ് ക്ലാസ്? അബാക്കസിന്റെ ക്ലാസ്സുകൾ അവധി ദിവസങ്ങളിലായിരുന്നോ? അവധി ദിവസങ്ങളിലും ഉണ്ട്, പിന്നെ എല്ലാ ആഴ്ചയും ശനി ഞായർ ആ ടൈമില്. അപ്പൊ ശനി ഞായറും ക്ലാസ്സിൽ പോയിരുന്നോ? ശനി ഏതെങ്കിലും രസം ഉണ്ടാവുള്ളൂ, ശനി അല്ലെങ്കിൽ ഞായർ. അപ്പോ
അങ്ങനെ ഈ ഒരു പുരസ്കാരം സംസ്ഥാന തലത്തിൽ നടന്ന അബാക്കസ് പരീക്ഷയിലെ 1ാം സ്ഥാനം വയനാട്ടിലേക്ക് എത്തിച്ചപ്പോ ടീച്ചറൊക്കെ എന്ത് പറഞ്ഞു? ഈ ഒരു നേട്ടം ടീച്ചറും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ടീച്ചർ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോ കറക്റ്റ് ഒരു മിനിറ്റിലൊക്കെ എത്തിയപ്പോ ടീച്ചർ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. സൈഹ പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ വലിയ പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്റെ ഉപ്പടുത്ത് പറഞ്ഞിരിക്കുന്നു, എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നു. എവിടെ വെച്ചായിരുന്നു നടന്നത്? പരീക്ഷ ഡിസ്ട്രിക്ട് ലെവല് കൽപ്പറ്റ വെച്ചായിരുന്നു നടന്നത്. പിന്നെ സ്റ്റേറ്റ് ലെവല് തൃശ്ശൂർ വെച്ചിട്ടും. തൃശ്ശൂരില് ഒരുപാട് പേര് സൈഹയുടെ കൂടെ മത്സരിക്കാനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് പല ഘട്ടങ്ങളായിട്ടാണോ മത്സരം നടത്തിയത്? അതെ, കാറ്റഗറി ലെവല് ഓരോ ലെവൽ അനുസരിച്ചിട്ടുള്ള മത്സരം. അന്നേരം അങ്ങനെ കിട്ടിയത്. സ്കൂളിൽ അറിഞ്ഞോ ഈ ഒരു നേട്ടം? സ്കൂളില് ഫ്രണ്ട്സ് എല്ലാം അറിഞ്ഞിരുന്നു, ടീച്ചേഴ്സും എല്ലാവരും കൺഗ്രാറ്റ്സ് എല്ലാം പറഞ്ഞു. അപ്പൊ സന്തോഷായി? സന്തോഷായി. ഇതിനു മുമ്പ് മറ്റു മത്സരങ്ങളിൽ അബാക്കസിന്റേതായ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നോ? ഇല്ല, ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇതാദ്യമായാണല്ലേ? ഈ പലതരത്തിലുള്ള കാറ്റഗറിയിലാണ് മത്സരം എന്ന് പറഞ്ഞല്ലേ, ഈ കാറ്റഗറി എങ്ങനെയാണ് തിരിക്കുന്നത്? നമ്മളുടെ വയസ്സനുസരിച്ചാണോ, ക്ലാസ് അനുസരിച്ചാണോ? അല്ല, നമ്മൾ ചെയ്യുന്ന ലെവൽ അനുസരിച്ച്. ഇപ്പോ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ലെവൽ 1 പിന്നെ ലെവൽ 2 അങ്ങനെയാണെങ്കിൽ സൈഹ മത്സരിച്ച ലെവൽ ഏതായിരുന്നു? ഞാൻ ലെവൽ 5 ആയിരുന്നു, കാറ്റഗറി ഇ. അപ്പൊ ആ ഒരു കാറ്റഗറിയിലാണ് 1ാം സ്ഥാനത്ത് എത്തിയതല്ലേ? അപ്പൊ ഇനിയിപ്പോ തുടർന്ന് പഠിക്കുന്നുണ്ടോ അബാക്കസ്? അബാക്കസ് 10th ലെവൽ വരെ ഉണ്ട്. ഫുള്ള് പഠിക്കും. പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത് അല്ലേ? അപ്പൊ 7ാം ക്ലാസ് വരെ ഒരു അബാക്കസ് ഒന്നും സൈഹ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോ 7ാം ക്ലാസ്സിലാണ് ഇത് തുടങ്ങിയത് എന്ന് പറഞ്ഞു. അപ്പോ മാത്സ് പഠിക്കുമ്പോ ഏതെങ്കിലും തരത്തിൽ ഈ അബാക്കസ് നമ്മൾ പഠിക്കുന്ന മാത്സിന് ഉപകാരപ്രദമായിട്ട് തോന്നിയിരുന്നോ സൈഹയ്ക്ക്? അബാക്കസില് കൂട്ടലും കുറക്കലെല്ലാം ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നു. പിന്നെ അബാക്കസില് ശരിക്കും അബാക്കസ് മാത്സ് പഠിപ്പിക്കുന്നതല്ല, നമ്മളെ കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കൊടുത്തിരുന്നു മാത്സ് ആയിട്ട്. ടീച്ചർ പറഞ്ഞു തന്നെയാ. അപ്പൊ കൊറേ കോൺസെൻട്രേഷൻ കിട്ടി, എല്ലാ ക്ലാസ്സിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സൈഹയുടെ ഈ അബാക്കസ് പഠിച്ചിട്ട് ഉണ്ടായ ഒരു നേട്ടത്തില് പ്രധാനമായിട്ടും പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൂടുതൽ ഉണ്ടായി എന്നുള്ളതാണോ? മറ്റ് ക്ലാസ്സുകളിലും ഒക്കെ കൂടുതൽ നേരം ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി, കോൺസെൻട്രേഷൻ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു? കഴിഞ്ഞു, അത്യാവശ്യം. അപ്പൊ ഈ അബാക്കസ് അല്ലാതെ മറ്റെന്തൊക്കെയാണ് സൈഹയുടെ ഹോബികൾ? അബാക്കസ് അല്ലാണ്ട് വരുന്നില്ല. പഠനം കഴിഞ്ഞാൽ പിന്നെ അബാക്കസ് ആണ് ചെയ്യുന്നത്. സൈഹയുടെ വീട്ടുകാരൊക്കെ ഇതിന് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടോ? വീട്ടുകാരായിരുന്നു എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത്. ഹസ്ബൻഡ് ഉപ്പയായിരുന്നു പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്ത്. ഉപ്പയും ഉമ്മയും ഒക്കെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താമോ? പേര്? ഉപ്പാന്റെ പേര് ഷബീർ. ഇപ്പൊ ഇവിടെ ഇല്ല, ദമാമിലാണ്. പിന്നെ ഉമ്മ ഉണ്ട് അടുത്ത്, ഉമ്മന്റെ പേര് ജാസ്മിൻ. എനിക്കൊരു ഏട്ടനല്ലേ, സിനാൻ, ഗ്രാൻഡ് മുഹമ്മദ് സിനാൻ. അപ്പൊ വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു ഈ ഒരു അബാക്കസ് പഠനത്തിൽ അല്ലേ? ഫുള്ള് നല്ല സപ്പോർട്ട് ചെയ്തു. ആദ്യമായിട്ടാണോ അബാക്കസിന്റെ ഒരു മത്സരത്തില് സംസ്ഥാന തലത്തിലേക്ക് സൈഹ എത്തുന്നത്, അതോ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് മത്സരത്തില് പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ടോ? ഓരോ ലെവലായിട്ടാ പോവുക. പഞ്ചായത്ത് ലെവല്, ഡിസ്ട്രിക്ട് ലെവല്, പിന്നെ സ്റ്റേറ്റ് ലെവൽ. അത് ഇത്തവണയാണ് ആദ്യമായിട്ട് പോകുന്നത് അല്ലേ? അല്ല, കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ജില്ലാതലം വരെ എത്തി. കഴിഞ്ഞ തവണ ഡിസ്ട്രിക്ട് ലെവലില് ചാമ്പ്യനായി, പക്ഷെ സ്റ്റേറ്റ് ലെവലിൽ അങ്ങനെ ഒന്നും കിട്ടിയില്ല. ഓക്കെ. അപ്പൊ ഇത് 2ാം തവണയാണ് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഇത്തവണ 1ാമതെത്തി. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു കിട്ടിയത്. അപ്പൊ അതിൽ നിന്നാണ് ഫസ്റ്റ് ആയത്. അപ്പോ ഇത്തവണയോ? കഴിഞ്ഞ തവണ ഡിസ്ട്രിക്ട് ലെവലിൽ കിട്ടി, പിന്നെ സ്റ്റേറ്റ് ലെവലില് ചാമ്പ്യൻ ഒന്നും ആയിട്ടില്ലായിരുന്നു. ഫസ്റ്റ് റാങ്ക് മാത്രമേ കിട്ടിയത്. പ്രാവശ്യം ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി, സ്റ്റേറ്റ് ലെവലില് കാറ്റഗറി ലെവലിൽ ചാമ്പ്യനുമായി. സ്കൂളില് മറ്റു മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? സ്കൂളില് അത്യാവശ്യം മത്സരമൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഓഫ് സ്റ്റേജ് മത്സരത്തില് കുറച്ച് പങ്കെടുത്തിരുന്നു, വേറെ അങ്ങനെ പങ്കെടുത്തിട്ടില്ല. ഓഫ് സ്റ്റേജ് ഐറ്റങ്ങളിൽ ഏതാണ് സൈഹ പങ്കെടുക്കാറുള്ളത്? ഞാന് സ്റ്റോറി റൈറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും പങ്കെടുക്കും. പിന്നെ പ്രാവശ്യം പങ്കെടുത്തിട്ടില്ലായിരുന്നു. എഴുതാൻ ഇഷ്ടാണോ? എഴുതാൻ ഇഷ്ടാണ്, പിന്നെ അതാ ഈസിയും.
അതാണ് കുറച്ചും കൂടി ഈസി. അതുകൊണ്ടാണ് എഴുത്തിലേക്ക് തിരിയുന്നത്. മറ്റു മത്സരങ്ങളിൽ പങ്കെടുക്കാറില്ല? ഇല്ല. അപ്പൊ പഠനത്തോടൊപ്പം അബാക്കസും കൂടെ ഒരു പാഷനായിട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഉള്ള താല്പര്യം അല്ലേ? അപ്പൊ ഒരുപാട് സന്തോഷം സൈഹ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തതിന്. ഇനിയും അബാക്കസിലൂടെയും അല്ലാതെയും ഒക്കെ പഠനരംഗത്തും ഒരുപാട് വിജയത്തിലേക്ക് എത്തട്ടെ, ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് റേഡിയോ മാറ്റുലി. താങ്ക് യു. ഏകാഗ്രതയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏതു പ്രതിസന്ധി ഘട്ടത്തെയും വലിയ വിജയങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാക്കാം എന്ന് സൈഹ നമുക്ക് കാണിച്ചു തരുന്നു. അബാക്കസിൽ ഇനിയും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ ബ്രാൻഡ് സൈഹ ഖദീജയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കമ്മോം എന്ന ഗ്രാമത്തിന് മാത്രമല്ല, നമ്മുടെ നാടിനാകെ മാതൃകയാണ് ഈ കൊച്ചുമിടുക്കിയുടെ നേട്ടം. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. പ്രതിഭയും അതിഥിയും. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭാശാലികളെയും വിശിഷ്ടാതിഥികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി പ്രതിഭയും അതിഥിയും.